അപ്പോൾ നമ്മുടെ കൊല്ലംകോടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പൈതൃക ഗ്രാമമായ മലയാളിയുടെ അഭിമാനമായ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട്. പാടങ്ങൾ കൊണ്ടും പനകൾ കൊണ്ടും സമ്പന്നമാണ് കൊല്ലംകോട്. കൊല്ലംകോട് പോയി കഴിഞ്ഞാൽ കാണുന്ന ആ പ്രകൃതി ഭംഗി, ആ മലനിരകളുടെയും പനകളുടെയും പാടങ്ങളുടെയും ഭംഗി ആസ്വദിക്കണമെങ്കിൽ, കൺകുളിർക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കൊല്ലംകോട് തന്നെ പോകണം. ഈ നെൽപ്പാടങ്ങൾക്കിടയിൽ നിന്നുള്ള നെല്ലിയാമ്പതി മലനിരകളുടെ ഭംഗി കാണാൻ എന്ത് രസമാണെന്നോ. താമരപ്പാടം വഴിയാണ് നമ്മൾ സീതാർകുണ്ട് വാട്ടർഫാൾസിൽ എത്തിച്ചേരുന്നത് കേട്ടോ. ഓണാവധിയും മഴ വിട്ടു നിൽക്കുന്നതിനാലും വാട്ടർഫാൾസിനടുത്ത് പോയി അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിക്കാൻ സാധിച്ചു കേട്ടോ. മഴക്കാലമാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് സീതാർകുണ്ട് വാട്ടർഫാൾസ്. മുൻപ് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പറഞ്ഞു കേട്ടു. ഫാമിലിയും കുഞ്ഞുങ്ങളുമൊക്കെയായി വന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ചിലയിടങ്ങളിലുണ്ട്. നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും കുഞ്ഞരുവികളായി ഒഴുകി വരുന്നതിനാൽ തന്നെ നല്ല തെളിമയുള്ള വെള്ളമാണ് കേട്ടോ. സീതാർകുണ്ട് ഡാമിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കാണപ്പെടുന്ന വലിയ പാടശേഖരമുണ്ട്. ഇന്ത്യയിലെ തന്നെ സുന്ദര ഗ്രാമങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലംകോടിനെ സുന്ദരമാക്കുന്നത് ഈ താമരപ്പാടത്തിൻ്റെ ഭംഗിയാണ്. കതിരണിഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും അതിമനോഹരമായിരുന്നു. നട്ടുവളർത്തിയ ചെടികളിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച പാടവരമ്പത്തുകൂടെയുള്ള യാത്ര നമ്മൾ സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം. ഓണക്കാലത്ത് നിങ്ങളൊന്ന് കൊല്ലംകോട് വരെ വന്നാൽ മാത്രം മതി. അവിടെ ഒരുക്കിയിട്ടുള്ള തനി നാടൻ ഫ്ലവർ ഷോ അതിമനോഹരമായി തോന്നി. അത് ആസ്വദിക്കണമെങ്കിൽ ഓണക്കാലത്ത് നിങ്ങളൊന്ന് കൊല്ലംകോട് വരെ വന്നാൽ മതി കേട്ടോ. ഞങ്ങൾക്കും ആ അനുഭവം നേരിട്ട് ആസ്വദിക്കാൻ സാധിച്ചു. മഞ്ഞയും ഓറഞ്ചും ഇടകലർന്ന ചെണ്ടുമല്ലിപ്പൂക്കളുടെ ഭംഗി നടന്നു കണ്ട് ആസ്വദിക്കുന്നതിനായി സംഗീതവും ഒരുക്കിയിരുന്നു കേട്ടോ. താമരപ്പാടങ്ങളുടെ ഭംഗി ആസ്വദിച്ച് അടുത്ത് നമ്മൾ എത്തിച്ചേർന്നത് കുടിലിടത്തിലാണ്. കുടിലിടത്തിൽ ഏറ്റവും ആകർഷണമായി തോന്നിയത് അവിടെ കണ്ട കുടിലുകളാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കാം കുടിലിടം എന്ന പേര് വീണത്. മുളങ്കാലുകൾ വെച്ചുകെട്ടി തെങ്ങോല മേഞ്ഞിട്ടുള്ള കുടിലുകളാണ് കേട്ടോ. പകൽ സമയത്തെ കൊടും ചൂടിൽ അല്പം വിശ്രമിക്കാനും രാത്രി കാലങ്ങളിൽ കാവലിരിക്കാനും ഈ കുടിലിടങ്ങൾ ഉപകാരപ്പെടും. വളരെ ഭംഗിയായി തന്നെ അവിടെയായി ഇവ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കും അവിടെ ഇരുന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയും. പണ്ടുകാലത്ത് പാടങ്ങളോട് ചേർന്നുള്ള കിണറുകളിൽ നിന്നും വെള്ളം തേവി നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന മരയന്ത്രങ്ങളും അവിടെ കാണാമായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ കൊല്ലംകോട്.